നമസ്കാരം. എറണാകുളം നോർത്ത് 7 ബാർ, അവിടെ ഇന്നൊരു കസ്റ്റമർ ബാറിൽ മദ്യപിക്കാനായിട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കുടിക്കുന്ന ഒരു ബിയർ മാത്രമേ അയാൾ കുടിക്കത്തുള്ളൂ. കാരണം അയാൾ സ്ഥിരം എറണാകുളത്ത് വരുമ്പോൾ അവിടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അവിടെ തമ്പടിക്കുന്ന ഒരാളാണ്, അതായത് താമസിക്കുന്ന ഒരാളാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് അയാൾ പോകുന്നത്, നാട്ടിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എറണാകുളം നോർത്ത് 7 അവിടെ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം അയാൾ അവിടെ ചെന്നു ബിയർ അടിക്കാനായിട്ട്. അപ്പം അവിടുന്ന് ബിയർ അടിച്ച് പോരലാണ് അയാൾ. പിന്നെ അയാൾ അവിടെ ചെന്നു. അയാൾ അവിടെ ചെന്നപ്പം ബാറിൻ്റെ ആ ബോർഡ് അവിടെ ആ ഡോർ അടഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു ബോർഡ് എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ 2 ലേഡീസും ഒരു ജെൻസും, 2 പെണ്ണുങ്ങളും ഒരു ചങ്ങായി അവിടെ നിൽക്കുന്നുണ്ട്. ചെറുക്കാരും ഒക്കെ നല്ല ചെറുപ്പക്കാരാണ്, ചുള്ളന്മാരാണ്. അപ്പോൾ ഇവിടെ ഈ പുറത്ത് കസ്റ്റമർ വന്നിട്ട് ഇവനെ ചോദിക്കുന്നുണ്ട്, ബാർ അടവാണോ എന്നുള്ള കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ആ പെണ്ണുങ്ങളുടെ മുഖത്ത് കുണ്ടിയിൽ നിന്ന് നോക്കി നിൽക്കുകയെന്നല്ലാതെ, പെണ്ണുങ്ങളുടെ ഉള്ളംകാലം മുതൽ തല വരെ നോക്കി നിൽക്കുകയെന്നല്ലാതെ ഈ കസ്റ്റമർ ചോദിക്കുന്നതിന് ഒരു വില കൽപ്പിക്കുകയോ എന്നാൽ അതിന് സമാധാനം പറയുകയോ ചെയ്തിട്ടില്ല. ലാസ്റ്റ് 1-2 വട്ടം ചോദിച്ചതിന് ശേഷമാണ് ഇവൻ ഇറങ്ങി വന്നത്. കസ്റ്റമറോട് ചോദിച്ചപ്പം കസ്റ്റമർ അയാളോട് ചോദിച്ചപ്പം പറഞ്ഞത്, അവൻ ആ ചെറുക്കൻ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടവാണ്, മോളിൽ പോകണം. കസ്റ്റമർ ദേഷ്യം പിടിച്ച് അടുത്ത ബാറിൽ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിനൊരു കസ്റ്റമറോ ഏതൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ചോദിക്കുക എവിടേക്കാണെങ്കിൽ ബാർ അടവാണെങ്കിൽ സാർ മോളിക്ക് പോകണം, അതിൽ ചേട്ടാ മോളിക്ക് പോകണമെന്ന് പറയാം. ഇത് ഇവന് പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, പെണ്ണുങ്ങളുടെ അകടും മൂലെ നോക്കി നിൽക്കുന്നതല്ലാതെ ഇവൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവിടെ 2 പെണ്ണുങ്ങളുണ്ട് വക്കീൽ കോട്ടിട്ട പോലെ. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇവർ വലിയ ആളുകളാണെന്നല്ല. ഈ ബാർ ഇവരെ കസ്റ്റമറുടെ പണം കൊണ്ടാണ് ഇവരൊക്കെ രാജാവാകുന്നത്, അല്ല ഇവർക്കൊക്കെ സാരം കിട്ടുന്നത്, ബാറിൻ്റെ ഹോട്ടലിൽ വരുന്നവർ അല്ല റൂമിലെടുക്കുന്നവരുടെയൊക്കെ. അപ്പോൾ നിസ്സാരമായിട്ട് ഒരു ബാറിനൊരു കസ്റ്റമർ വരുമ്പോൾ ബാറിൻ്റെ ഡോർ അടവ് അവിടെ ബോർഡും വെച്ചിരിക്കുമ്പം നിസ്സാരമായിട്ടൊരു കസ്റ്റമർ ചോദിക്കും. പിന്നെ ഇവരുടെയൊക്കെ വിചാരം ഇവർ ഈ ഫ്രണ്ട് ഓഫീസിൻ്റെ ഈ ഹോട്ടലിനുള്ളിൽ ഈ ഫ്രണ്ട് ഓഫീസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നുള്ള ഒന്നുമല്ല. ഒരു വക്കീലിൻ്റെ പോലീസിൻ്റെ പവർ ആണ് ഇവർക്ക്. പക്ഷേ ഒരു വക്കീലിൻ്റെ പോലീസിൻ്റെ അവിടേക്ക് ഇവരെത്തത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ജോലി എന്താണ്, ഫ്രണ്ട് ഓഫീസിൽ മാനേജറായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ ഇരിക്കുക. കാരണം എന്താ, റൂമിൽ വരുന്ന ആൾക്കാർക്ക് റൂം കൊടുക്കുക, ഹോട്ടലിൽ വരുന്ന ആൾക്കാർ അങ്ങോട്ട് സ്വീകരിച്ച് കയറ്റുക. ഇതൊക്കെയാണ് ഇവരുടെ പണി. ഇവർ ഈ കോട്ടും കുപ്പായൊക്കെ ഇട്ടും, പെണ്ണുങ്ങൾ 2 ലേഡീസ് 2 കറുപ്പും പാൻറ് യൂണിഫോമാണ്, ഷർട്ടുമാണ്. പെണ്ണുങ്ങൾ അങ്ങോട്ട് കണ്ണോട് നോക്കുന്നു, ഇവൻ ഇങ്ങോട്ടും കണ്ടു, പെണ്ണുങ്ങൾ മുഖത്ത് നോക്കി നിൽക്കുന്നു. പുറത്തൊരു കസ്റ്റമർ വന്ന് നിന്ന് അവർ കണ്ടിട്ടില്ല. ലാസ്റ്റ് കസ്റ്റമർ ദേഷ്യം പിടിച്ച് അയാളോട് പറഞ്ഞ് മോളിൽ പോ, മോളിലുണ്ട് ബാറെന്ന്. അയാൾ അടുത്ത ബാറിൽ പോയി. കാരണം ഈ ബാറില്ലെങ്കിൽ എറണാകുളം ടൗണിൽ എത്ര ബാർ വേറെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബാറിലെ കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറാണ് അവിടുത്തെ രാജാവ്. അല്ലാതെ പെണ്ണുങ്ങളെ കുണ്ടി നോക്കിക്കുന്നത് ഇവനൊന്നും അല്ല അവിടുത്തെ രാജാവ്. പെണ്ണുങ്ങളെ മൂട്ടിൽ നിന്ന് കണ്ടെടുക്കാതെ ഇവനൊക്കെ എങ്ങനെ ഇവിടെ പണി കൊടുക്കുക? കാരണം ഇതിൻ്റെയൊക്കെ മുതലാളിയുടെ കാര്യം വളരെ അധോഗതിയാണ്. മനസ്സിലായില്ലേ? അയാൾ ആ പാവം മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ അയാളൊന്ന് വന്ന് നോക്കും. നോക്കുമ്പോൾ സ്റ്റാഫുകളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. ഒരു ബാറിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ, ബാറിലല്ലേ ഹോട്ടലാണെങ്കിലും, ആ ഹോട്ടലാണ് അടവാണെങ്കിൽ ബാർ അടവാണെങ്കിൽ, അല്ലേ ചേട്ടാ ഇന്നില്ല, അല്ല സാറെന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ചേട്ടാ ഇവിടെ അടവാണ്, അല്ലെ മോളിൽ പോകണമെന്ന് പറയാം. ഇവന് പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. പെണ്ണുങ്ങളുടെ അടി മുതൽ ഈ അനാട്ടമി ടെസ്റ്റ് നടത്തുന്ന പോലെ ഉള്ളംകാലം മുതൽ തലയുടെ തല വരെ നോക്കുക. ആ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ജോയിൻറ്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോട്ടം. എന്നിട്ട് ഇങ്ങനെയുള്ള നാറികളൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ കയറുമോ? ഹിന്ദിക്കാരനെന്ന് തോന്നുന്നു കണ്ടിട്ട്, അതായത് മലയാളിയാണെന്നുള്ള അറിയില്ല. ആരായാലും ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി തരിക. കസ്റ്റമറുടെ മുഖത്തേക്ക് തന്നെ മുഖത്തോട്ട് തന്നെ നോക്കുന്നില്ല. അവിടെ നിന്ന് എന്തെങ്കിലും സാധനം ആരെങ്കിലും എടുത്തു പോയാൽ ഇവനറിയുന്നില്ല. ഇവനറിയോ ഇല്ല. അവിടെ പുറത്ത് സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. കാരണം വെച്ചാൽ അയാൾ ബാറിലേക്ക് ഒരാൾ വരുമ്പം ബാറിലേക്കാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അയാൾക്കറിയുന്നു ബാറുള്ള ദിവസമാണ്, ബാറിന് ലീവൊന്നുമില്ല. ഇപ്പോൾ വിഷുവും ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് അങ്ങനെ ബാറിന് ലീവ് ഉണ്ടാവും, അല്ലാതെ ബാറിന് ലീവ് വരുന്നില്ല. അപ്പോൾ അയാൾ പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സെക്യൂരിറ്റിനെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അയാളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അയാളൊരു ഭാഗത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ നേരെ അവിടെ ഈ കസ്റ്റമർ കയറി ചെല്ലുമ്പോൾ ഡോർ അടവാന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം അത് ഇന്ന ഫ്ലോറിലാണ് ബാറ്. കാരണം അയാൾ സ്ഥിരം പോണ ആ ബാറിലാണ്. അപ്പം മോളിക്ക് ഒരു ബാറുണ്ടോയെന്നുള്ള അയാൾക്ക് അറിയില്ല, മുകളിലോട്ടുള്ള ബാറുണ്ടോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമർക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പെണ്ണുങ്ങളെ മുഖത്തേക്ക് തന്നെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ കണ്ണു നോക്കിയിരിക്കുകയാണ്. അവരാണ് പെണ്ണുങ്ങളാണ് തിരിച്ചങ്ങോട്ടും. പുറത്തൊരു മനുഷ്യൻ വരുന്ന അവർക്കറിയത്തില്ല. പുറത്തുനിന്നൊരു സാധനം
പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും തല്ലും പിടി ഉണ്ടായി, ഒരു കച്ചറുണ്ടായി, കത്തിക്കുത്തുണ്ടായി, ആരറിയുന്നു? ഇതാണ് സ്റ്റാഫുകൾ. ഈ ഫ്രണ്ട് ഓഫീസിൽ പെണ്ണുങ്ങളെ നിർത്തുന്നതിനെ ശരിക്കും നിർത്താതിരിക്കുക അവരുടെ ഇഷ്ടം. അതിനോട് ഒരു ബോയ്സിനെയും കൂടെ നിർത്തി കഴിയുമ്പം സംഗതി ഗംഗയമായി. ഒന്നെങ്കിൽ ജെൻസ് അല്ലെ പിന്നെ ഫുള്ള് ലേഡീസ്, അങ്ങനെ ചെയ്യുക. അല്ലാതെ 2 ലേഡീസിനെ നിർത്തി അവരുടെ മുന്നിലായിട്ട് ഒരു മറ്റേ ഈ പൊതുദർശനത്തിന് മറ്റേ ഈ ശവം കൊണ്ട് വെക്കുന്ന പോലെ ഇവനെയും കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം നടക്കൂല. കാരണം ഇവനെ അവരുടെ ഈ അകടും പോലെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഈ പുറത്തുനിന്നുള്ള വരുന്ന ആൾക്കാരുടെ ശ്രദ്ധ ഇവരെ ശ്രദ്ധിക്കത്തില്ല. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു. ഇത് മുതലാളി അറിയാനും മറ്റുള്ള മാനേജർമാരെ അറിയാനും മറ്റുള്ള ബാറുകാരെ അറിയാനും ഇത് ആരൊക്കെ ബാർ നടത്തുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയാനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് കസ്റ്റമർ വളരെ വിഷമത്തിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. കാരണം ഒരു കസ്റ്റമറെ സ്വീകരിക്കാൻ അവർക്ക് അറിയത്തില്ല. കസ്റ്റമർ ഉണ്ടെങ്കിൽ അവിടെ പണം ഉണ്ടാവുള്ളൂ, കാശുണ്ടാവുള്ളൂ. ഹോട്ടലിലായാലും റൂമിലായാലും ബാറിലായാലും ഒക്കെ കസ്റ്റമറിനെങ്കിൽ ഊമ്പിയത് തന്നെ തെണ്ടി കുത്തുവാളം എടുക്കും, അത്ര തന്നെ. ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ ഒരു ബാറിലായാലും റൂമിലായാലും ഹോട്ടലിലായാലും ഒരു ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഒരു റൂമിലാണോ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ബാറിലാണോ ഒരു ബിയർ അടിച്ച് ആ പൈസ കിട്ടും. അങ്ങനെ 10 കസ്റ്റമർ വരുമ്പോൾ 10 കസ്റ്റമറുടെ പൈസ കിട്ടി, 100 കസ്റ്റമർ വരുമ്പോൾ 100 പൈസ കസ്റ്റമറുടെ പൈസ കിട്ടി, 1000 കസ്റ്റമർ വരുമ്പം 1000 കസ്റ്റമറുടെ പൈസ കിട്ടി. അല്ല പെണ്ണുങ്ങളുടെ അകടും മോരെ നോക്കി ഇരുന്നിട്ട് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അല്ല ഇതൊക്കെ ഇപ്പോഴത്തെ കുറേയൊക്കെ ഞരമ്പന്മാർ ചെറുക്കന്മാരെ ഇറങ്ങിക്കുന്നത്. പെണ്ണുങ്ങൾ അതിന് പറ്റുന്ന കുറേ പെണ്ണുങ്ങൾ സൈസ് അതിനായിട്ട് നിൽക്കുന്ന കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് ഓഫീസിൽ ഞങ്ങൾ ജോലിക്കാരാണ്. എന്ത് ജോലിയാണ്? കസ്റ്റമർ വരുവാൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ആക്രമണത്തിന് ഒരാൾ വരുമ്പം നേരിട്ട് അവരെ ശ്രദ്ധിച്ചിട്ട് നേരിട്ട് വിവരം മുതലാളിനെ മാനേജറെ അറിയിക്കുക. അതാണ് ഒരു സ്റ്റാഫ് ചെയ്യേണ്ടത്. അല്ല അങ്ങോട്ട് മുഖത്തോട്ട് നോക്കി നിന്നിട്ട് പെണ്ണുങ്ങളുടെ ഈ ഉള്ളംകാലം മുതൽ അങ്ങ് തല വരെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ശരിയെന്ന് നിർത്തുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം കൂടിപ്പോകുന്നു. ഓക്കെ.